ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് വിശേഷങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 25ാമത്തെ മത്സരമാണ് ഈ വർഷത്തെ ഇന്നലെ പൂർത്തിയായത്. ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റത് കാരണം ഈ വർഷത്തെ ചെന്നൈയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. പകരം അവരെ നയിച്ചത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ, അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായ തന്നെ ആയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ്, സീനിയർ താരം. അദ്ദേഹം നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊക്കെ വിജയിച്ച ആളാണ്. ചെന്നൈക്ക് വേണ്ടി ഏതാണ്ട് 5 തവണ ഈ IPL വിജയിച്ച ആളാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ തന്നെയാണ് മഹേന്ദ്ര സിംഗ് ധോണി. അതേസമയം കൊൽക്കത്തയെ നയിച്ചത് അജിങ്ക്യ രഹാനെയാണ്. അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ സ്ഥിരം ക്യാപ്റ്റനൊന്നും ആയിട്ടില്ലെങ്കിലും പലപ്പോഴും വിരാട് കോഹ്ലിക്കൊക്കെ പരിക്ക് പറ്റിയ സമയത്ത് ആക്ടിംഗ് ക്യാപ്റ്റനൊക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം പല മികച്ച വിജയങ്ങളും ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം മുംബൈ ടീമിൻ്റെ രഞ്ജി ട്രോഫി ക്യാപ്റ്റനൊക്കെ തന്നെയാണ്. അദ്ദേഹം മികച്ച ക്യാപ്റ്റൻ തന്നെയാണ്. അപ്പോൾ ഇന്നലെ നമുക്കറിയാം, മഹേന്ദ്ര സിംഗ് ധോണിയുടെ തന്ത്രങ്ങൾ അജിങ്ക്യ രഹാനെയുടെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ വളരെ എളുപ്പത്തിൽ പരാജയപ്പെട്ടു. നമുക്കറിയാം, ചെന്നൈ ഓപ്പണിങ്ങിന് അയച്ചത് 2 ഇടംകയ്യൻ ബാറ്റ്സ്മാരാണ്. ന്യൂസിലാൻഡ് ബാറ്റ്സ്മാരായ രചിൻ രവീന്ദ്രയെയും കോൺവേ. അതേസമയം അവരെ ആക്രമിക്കാൻ വേണ്ടി അജിങ്ക്യ രഹാനെ പറഞ്ഞത് ഒരു സ്പിൻ ബൗളറാണ്, മുൻ ഇംഗ്ലീഷ് വൈസ് ക്യാപ്റ്റനൊക്കെ ആയ മൊയ്ൻ അലി. അദ്ദേഹം വളരെ കുറച്ച് പ്രായമുള്ള ആൾ തന്നെയാണ്, നമുക്കറിയാം. ഏതായാലും അദ്ദേഹം മൊയ്ൻ അലിയുടെ സ്പിൻ ബൗളിങ്ങിന് മുമ്പിൽ ഈ ഇടംകൈയൻ അദ്ദേഹം വലങ്കൈയൻ ഓഫ് സ്പിൻ ബൗളറാണ്. അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിന് മുമ്പിൽ ന്യൂസിലാൻഡിൻ്റെ ബാറ്റ്സ്മാൻമാരായ കോൺവേയും രവീന്ദ്രയും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഫലം 4ാമത്തെ ഓവറിൽ തന്നെ കോൺവേ കൂടാരം കയറി. അടുത്ത ഓവറിൽ ഹർഷിത് റാണയ്ക്ക് മുമ്പിൽ രവീന്ദ്രയും കീഴടങ്ങി. ഏതായാലും 103 റൺസ് എടുത്തപ്പോഴേക്ക് ചെന്നൈയുടെ ഇന്നിംഗ് അവസാനിച്ചു. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഈസി വിക്ടറി ആയിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇതിനു മുമ്പേ നമുക്കറിയാം, മൊയ്ൻ അലി ഒരു മികച്ച പവർ പ്ലേ ബൗളർ എന്ന നിലയിൽ പേരെടുത്ത ആളാണ്. അത് ഇന്നലെയും അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നലത്തെ മത്സരത്തോടുകൂടി പോയിൻ്റ് നിലയിൽ കൊൽക്കത്ത 3ാം സ്ഥാനത്താണ്. ചെന്നൈ ആകട്ടെ ഏറ്റവും അവസാനം 9ാം സ്ഥാനത്താണ്. ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ പഞ്ചാബും SRHും തമ്മിൽ നേരിടും. പിന്നെ ഇന്നലെ നടന്ന മത്സരം നമുക്കറിയാം, കൊൽക്കത്ത 3 സ്പിൻ ബൗളർമാരെയാണ് ഇറക്കിയത്. അവർക്ക് വേണ്ടി വെസ്റ്റ് ഇൻഡീസ് സ്പിൻ ബൗളറായ എസ് നാരായണൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വരുൺ ചക്രവർത്തിക്കും വിക്കറ്റ് ഉണ്ടായിരുന്നു. സ്പിൻ ബൗളർമാർക്കാണ് ഇന്നലെ കൂടുതൽ വിക്കറ്റ് കിട്ടിയത്. ഏതായാലും നോക്കാം, അടുത്ത അപ്ഡേറ്റ് വരുന്നതിന് നമസ്കാരം. താങ്ക് യു.